ഇൽമ് കിട്ടണമെങ്കിൽ, ഇൽമ് പഠിച്ച് ഒരു നല്ല നിലയിലേക്ക് എത്തണമെങ്കിൽ കുറേ അധ്വാനവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് ഖുതുബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് മുതഅല്ലിമായി വെറും ദീൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഭൗതിക വിദ്യാഭ്യാസം നേടി നല്ല ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ എത്രയോ ദിവസങ്ങളായി ഡൽഹിയിൽ സമരം നടക്കുകയാണ്. കുറേ കുട്ടികൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പം എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു വേണം നല്ല ഒരു പണ്ഡിതനായി വളരാൻ. അതിൻ്റെ ശൈലി അങ്ങനെയാണ്. മഹാനായ ഖതീബുൽ ബാഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്കൊരു ഗ്രന്ഥമുണ്ട്, അൽ ജാമിഉ ലി അഖ്ലാഖി റാവി. അതിലൊരു സ്ഥലത്ത് മഹാനവറുകൾ പറയുന്നുണ്ട്, ഏത് ഇൽമ് ലഭ്യമാവണമെങ്കിലും കിട്ടണമെങ്കിലും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ ഇൽമു കിട്ടുള്ളൂ. ലാ യനാലു ഹാദൽ ഇൽമ ഇല്ലാ മൻ അത്തല ദുകാന. മഹാനവറുകൾ പറയാം, ഇൽമു കിട്ടണമെങ്കിൽ ആദ്യമായി കടയടക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തല ദുഖാന എന്ന് പറഞ്ഞാൽ കടയടക്കണം, പീഡിയ പൂട്ടണം. എന്താ ഈ പീഡിയ പൂട്ടണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പണമുണ്ടാക്കണം എന്ന ചിന്ത പഠിക്കുന്ന കാലത്ത് പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പഠനത്തോടൊപ്പം പണം സമ്പാദിക്കാം എന്നൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ പോസ്റ്ററെല്ലാം കാണും. അങ്ങനെയുള്ള ഏതെങ്കിലും ബിസിനസ്സിലോ മറ്റോ പൈസ ഇറക്കി അവസാനം പണമില്ല പഠനമില്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പഠിക്കുന്ന കാലത്ത് മുതഅല്ലിമിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ശ്രദ്ധ, ഫോക്കസ് മുഴുവനും പഠനത്തിലേക്കായിരിക്കണം. അപ്പോഴേ ആ വിഷയത്തിൽ അവൻ തിളങ്ങുള്ളൂ. ഇത് പകല് പഠിക്കുന്നുണ്ട്, രാത്രി മുഴുവനും ഫുഡ് ഡെലിവറി ആണ് പരിപാടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിയാണ്, ഓൺലൈൻ ബിസിനസ് ആ പരിപാടി. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഏത് വിഷയത്തിലാണോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പൂർണ്ണത നേടാൻ കഴിയൂല. പൂർണ്ണമായ അറിവ് ഒരു നല്ല നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിലക്ക് വിദ്യാഭ്യാസം നമുക്ക് കിട്ടണോ, തീർച്ചയായും നമ്മൾ ഇത്തരം അവായിഖുകൾ, ഇതെല്ലാം ഇൽമിനെ മുടക്കിക്കളയുന്ന പരിപാടികളാണ്, ഓൺലൈൻ ബിസിനസ്സുകൾ, അങ്ങനെയുള്ള ചിന്തകൾ, അതൊന്നും മുതഅല്ലിമീങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പാടില്ല. അവരുടെ പഠനകാലം മുഴുവനും പഠനത്തിന് വേണ്ടി മാത്രം കേന്ദ്രീകരിക്കണം. അപ്പോൾ മാത്രമേ അവർക്ക് ആ വിഷയത്തിൽ തിളങ്ങാൻ പറ്റുള്ളൂ. രണ്ടാമതായി മഹാനവറുകൾ പറയാം, വഹറബ ബുസ്താന, തോട്ടങ്ങളെ നശിപ്പിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. എന്താ ഈ തോട്ടങ്ങളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? തോട്ടങ്ങൾ, ഉദ്യമങ്ങൾ, അതേപോലെ തന്നെ ഗാർഡൻ, ഇതൊക്കെ വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണല്ലോ. എന്തിനാണ് ആളുകൾ ഊട്ടിയിൽ പോകുന്നത്? അവിടെ കുറച്ച് പൂന്തോട്ടമുണ്ട്. അപ്പൊ ഹറബ ബുസ്താന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിനോദങ്ങൾ പാടില്ല. വീട്ടുകാർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടൂർ ഇങ്ങനെ പോവും, അപ്പം നിന്നെയും വിളിക്കും, ക്ലാസ് എല്ലാം കൂടി മുടക്കിയിട്ട് നീ ടൂറിന് പോകാൻ പാടില്ല. അല്ലെങ്കിൽ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ 3-4 ദിവസം ഫംഗ്ഷനൊക്കെ എങ്ങനെ നടക്കും, പോയാൽ നല്ല രസമുണ്ടാവും, അവിടെ കുറേ വിനോദങ്ങളൊക്കെ ഉണ്ടാവും, കളികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അത് ചേർന്നതല്ല. അങ്ങനെ ക്ലാസ് മുടക്കിയിട്ട് ദിവസങ്ങളോളം വിനോദങ്ങൾക്ക് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവനിക്ക് ഇൽമു കിട്ടൂല. ഇനിയിപ്പോൾ വിനോദങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട, നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ, മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ആലത്തുല്ലഹു. എല്ലാ വിനോദങ്ങളും അതിലാണ് ഇപ്പോൾ മനുഷ്യനിക്ക് വളരെ സുലഭമായി ലഭിക്കുന്നത്. കയ്യിലുള്ള മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവനും കളികളും റീൽസുകളും കോമഡികളും ഇതൊക്കെ തന്നെ. ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ഇൽമിനെ നല്ലോണം ബാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ നല്ല മാർക്ക് എടുക്കൂല, അവര് ഉന്നത വിജയങ്ങൾ എക്സാമിൽ നേടൂല. കാരണം അവർക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുള്ള ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പം അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് ഒരിക്കലും വിനോദം അനുയോജ്യമല്ല. മൂന്നാമതായി മഹാനവറുകൾ പറയുന്നു, വഹജറ ഇഖ്വാന, ചങ്ങായിമാരെ, ഫ്രണ്ട്സുകളെ ഹജറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം. പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്കുള്ള ചങ്ങായിമാര് അവരുടെ പഠന ഉപകരണങ്ങളും അവരെ പഠനത്തിന് സഹായിക്കുന്ന കൂട്ടുകാരും, അല്ലാതെ ദർസിൽ പഠിക്കുന്ന, ദഅവയിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് നാട്ടിലെ കുട്ടികളുമായിട്ട് വലിയ കൂട്ടുകെട്ടാണെങ്കിൽ അവരിടക്കിടക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലും പോയിട്ട് നല്ല ഫുഡെല്ലാം അടിക്കുന്നതിൻ്റെ ഫോട്ടോ അയച്ചു തരുമ്പോൾ നിനക്ക് തോന്നും ഇത് നിർത്തിയിട്ട് അവരെ കൂടെ കൂടാന്ന്.
അല്ലെങ്കിൽ അവരിങ്ങനെ ഇടക്കിടക്ക് ടൂറെല്ലാം പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ നീ ഇങ്ങനെ കാണുമ്പോൾ നിന്റെ മനസ്സും അതിനോട് ഇങ്ങനെ താല്പര്യം വന്നിട്ട് ഇത് നിർത്താനിങ്ങനെ ചിന്ത വരും. മുതഅല്ലിമീങ്ങൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് അനാവശ്യമായ കൂട്ടുകെട്ട് ഒരിക്കലും യോജിച്ചതല്ല. നല്ല കൂട്ടുകെട്ട്, പഠനത്തിന് സഹായം ചെയ്യുന്ന, പഠനത്തിന് പ്രോത്സാഹനം തരുന്ന കൂട്ടുകെട്ട് മാത്രമേ നമ്മളെ ഉന്നതമായ വിജയത്തിലേക്ക്, നല്ല പണ്ഡിതരാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. നാലാമതായി മഹാനവറുകൾ പറഞ്ഞു, ഇൽമു കിട്ടണമെങ്കിൽ മാത അഖറബു അഹ്ലിഹി ഫലം യശ്ഹദ് ജനാസത. നാട്ടിൽ എവിടെ മരണം നടന്നാലും ആ മരിച്ച വീട്ടിലൊക്കെ ഞാൻ എത്തണം, എന്നിട്ട് അവിടുത്തെ എല്ലാ കർമ്മങ്ങൾക്കും ഞാൻ നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ ലോകത്ത് മരിക്കുന്നുണ്ടാവും. എല്ലാ മരണ വീട്ടിലേക്കും ഞാൻ എത്തണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഓനിക്ക് എപ്പോഴാണ് പഠിക്കാൻ നേരം കിട്ടുക? വളരെ അടുത്ത കുടുംബക്കാർ മരിച്ചാൽ ചിലപ്പോൾ അവിടെ പങ്കെടുക്കേണ്ടി വരും. അതിനെപ്പറ്റിയല്ല പറയുന്നത്. ആര് മരിച്ചാലും എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അവിടുത്തെ 3ഉം 7ഉം 14ഉം ആണ്ടും എല്ലാം കൂടി എൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് പഠിക്കാൻ നേരം ഉണ്ടാവുക? അതുകൊണ്ട് അടുത്ത കുടുംബക്കാർ മരിച്ചാൽ വരെ അവിടെ കൂടുതൽ സമയം കളയുന്നതിന് പകരം പ്രധാനപ്പെട്ട ചടങ്ങിൽ മാത്രം പങ്കെടുത്തിട്ട് തിരിച്ചു വരാമല്ലോ. മഹാനായ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അബൂ യൂസുഫ് തങ്ങളെ പറ്റി പറയുന്നുണ്ട്. അബൂ ഹനീഫ് ഇമാമിന്റെ മനാഖി പറയുന്നിടത്ത് മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ, അബൂ യൂസുഫ് തങ്ങളുടെ മകൻ മരിച്ചു, സ്വന്തം മകൻ മരിച്ചു. മരിച്ചപ്പോ അടുത്ത കുടുംബക്കാരെയും അയൽവാസികളെയും വിളിച്ചിട്ട് ഏൽപ്പിച്ചു, മകനെ കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഖബറടക്കണം. എനിക്ക് ഇവിടെ കൂടിയാൽ എൻ്റെ ഉസ്താദായ അബൂ ഹനീഫ് ഇമാമിന്റെ ദർസ് മുടങ്ങിപ്പോകും, ക്ലാസ് മുടങ്ങിപ്പോകും. എനിക്ക് എൻ്റെ മകൻ മരിച്ചതിന്റെ സങ്കടം കുറച്ച് കഴിഞ്ഞാൽ തീരും. പക്ഷേ അബൂ ഹനീഫ് ഇമാമിന്റെ ഒരു ദിവസത്തെ ക്ലാസ് എങ്ങാലും എൻ്റെ ജീവിതത്തിൽ മുടങ്ങിയ ഞാൻ മരിക്കോളും എനിക്ക് ആ സങ്കടം തീരൂല. അപ്പൊ ആ സങ്കടം തീരാതിരിക്കുന്നതിനേക്കാളും മെച്ചല്ലേ മകൻ മരിച്ചപ്പോൾ ആ തീരുന്ന സങ്കടം ഒഴിവാക്കിയിട്ട് അബൂ ഹനീഫ് ഇമാമിന്റെ ദർസിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് സ്വന്തം മകന്റെ മരണാനന്തര കർമ്മങ്ങൾ വരെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ദർസിന് വേണ്ടി പോയ ആളാണ് മഹാനായ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിലെ ഇന്നത്തെ ഏറ്റവും വലിയ അവലംബമായി അബൂ യൂസുഫ് തങ്ങളെ കണക്കാക്കപ്പെടുന്നുണ്ട്. അത് അങ്ങനെയും ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടിയിട്ട് അവര് ഒഴിഞ്ഞു നിന്നപ്പോൾ അല്ലാഹു തആല കൊടുത്തൊരു പവറാണ്. അപ്പൊ അതുപോലെ നമ്മളും എല്ലാ പരിപാടികളും നമ്മൾ നേതൃത്വത്തിലാവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അത്യാവശ്യമുള്ളതിൽ മാത്രം പങ്കെടുത്തിട്ട്, എൻ്റെ ഉസ്താദ് ഒരു പരിപാടിക്കെല്ലാം പോകുമ്പോൾ പോട്ടേം ചോദിച്ചാൽ ഉസ്താദ് പറയും, നീ പോയിട്ടില്ലെങ്കിലും അവിടെ ആ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ പോകണ്ട, നീ പോയാൽ മാത്രമേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ പഴയകാല ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വെറും മുതാലിമീങ്ങളെ പറ്റി മാത്രമല്ല പറയുന്നത്, ഭൗതികമായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും അനാവശ്യമായിട്ട് നമ്മൾ അവരെ ക്ലാസ് മുടക്കിയിട്ട് എല്ലാ പരിപാടിക്കും കൊണ്ടുപോവുക, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കഴിവതും നമ്മൾ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കി കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് കൂടുതൽ അറിവ് കിട്ടുക, അവർ പണ്ഡിതന്മാരായി വളർന്നു വരിക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, ഏത് വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഈ നിലയിൽ, ഇൽമിന്റെ മേഖലയിൽ, ഇബാദത്തിന്റെ മേഖലയിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഭാവിയിൽ ഒരുപാട് നന്മയുടെ അവസരങ്ങൾ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു തരും. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബ്രയുടെ തുടക്കത്തിൽ പറഞ്ഞു, മൻ ലസിമ ബാബൻ മിനൽ ഖൈരി ഫുതിഹ ഗാലിബൻ മിൻഹു. ഒരു മനുഷ്യൻ ഖൈറിന്റെ കവാടത്തിൽ, നന്മയിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, ഇബാദത്തിലും ഇൽമിലും അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഭാവിയിൽ പലതരം നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരതിയാൽ കാണാം. മഹാനവർകൾ പലപ്പോഴും വിശന്നിട്ട് ബോധം കെട്ട് വീണത് ചരിത്രത്തിലുണ്ട്. വിശന്നിട്ട് വയറിൽ കല്ലുവെച്ച് നടന്നത് ചരിത്രത്തിലുണ്ട്. പലപ്പോഴും ആളുകളെ കാണുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിട്ട് ഖുർആന്റെ ആയത്തിനെ പറ്റിയൊക്കെ ചോദിക്കും. എന്തിനാ ചോദിക്കുന്നറിയോ? അങ്ങനെ ചോദിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് അയാളെ പിരിയുമ്പോൾ അയാള് അബൂ ഹുറൈറ തങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലോ? അപ്പൊ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടട്ടെ എന്ന ധാരണയിൽ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടി വരെ കൊതിച്ചിരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയൊക്കെ പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് ധാരാളം പ്രയാസങ്ങൾ സഹിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഹദീസിന് വേണ്ടി സമയം ചെലവഴിച്ചപ്പോ സുബുക്കി ഇമാം പറയാ, ലോകത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമുണ്ട്. എന്താ? എല്ലാ വെള്ളിയാഴ്ചയും ജുമഅ തുടങ്ങുന്നതിന് മുമ്പ്, ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് മാശർ വിളിക്കുമ്പോ ഒരേ ഒരു സ്വഹാബിയുടെ പേര് ലോകത്തിന്റെ മുഴുവൻ പള്ളികളിൽ അന്നു മുതൽ ഖിയാമത്ത് നാൾ വരെ പറയപ്പെടുന്നുള്ളൂ. അതാരാ? മഹാനായ അബൂ ഹുറൈറ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത്. ആ ഹദീസ് ആരുദ്ധരിച്ചതാ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാ. എന്നിട്ട് സുബുക്കി ഇമാം പറയാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് അത് പോരെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ. കാരണം ഖിയാമത്ത് നാൾ വരെ എല്ലാ പള്ളിയിലും ജുമുഅ നടക്കൂലേ? ജുമുഅക്ക് പങ്കെടുക്കാത്ത തങ്ങന്മാരുണ്ടോ? ആലിമീങ്ങളുണ്ടോ? സ്വാലിഹീങ്ങളുണ്ടോ? മുഅ്മിനീങ്ങളുണ്ടോ? മുഴുവൻ ആളുകളും ജുമുഅയിൽ പങ്കെടുക്കൂലേ? അവരൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയൂലേ? അല്ലാഹു തആല അബൂ ഹുറൈറ തങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആർക്കൂലേ? റളിയല്ലാഹു അൻഹു പടച്ചോൻ പൊരുത്തപ്പെടട്ടെ എന്ന് ദുആർക്കൂലേ? ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ വെള്ളിയാഴ്ചയും മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന വാങ്ങാനുള്ള അവസരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് എന്തുകൊണ്ടുണ്ടായി? അത് ഹദീസിനു വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചപ്പോ മഹാനവർകളുടെ സ്മരണ ഖിയാമത്ത് നാൾ വരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയിൽ അല്ലാഹു തആല അങ്ങ് നിലനിർത്തിയതാണ്. പുറമേ ആ ഹദീസിന്റെ അർത്ഥം വളരെ വിശാലമാണ്. ജുമുഅ ദിവസം അനാവശ്യങ്ങളിൽ ഏർപ്പെടുന്നവനിക്ക് ജുമുഅയുടെ പ്രതിഫലം ലഭിക്കൂല എന്നല്ലേ ഹദീസിന്റെ അർത്ഥം. ആ വലിയ ആശയം അടങ്ങുന്ന ഹദീസ് ആളുകൾക്ക് മുഅദ്ദിൻ ഓതിക്കൊടുക്കുമ്പോൾ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ജുമുഅയുടെ അച്ചടക്കം അദബ് പാലിച്ചുകൊണ്ട് ഖുതുബ പൂർണ്ണമായി ശ്രദ്ധിച്ചു കേട്ടാൽ ആ കേട്ടതിന്റെ പ്രതിഫലവും ആർക്കാ കിട്ടുന്നത്? അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ വലിയ സൗഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാ? മൻ ലസിമ ബാബം മിനൽ ഖൈർ, ഖൈറിന്റെ കവാടത്തിൽ മഹാനവറുകൾ അങ്ങ് അടിയുറച്ചു നിന്നു. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ തളരാതെ ഉറച്ചു നിന്നപ്പോ അള്ളാഹു കൊടുത്ത വലിയൊരു സൗഭാഗ്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബ്രയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം. ഉപ്പ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരും ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പഠനം നിർത്തേണ്ടി സാഹചര്യം ഉണ്ടാവും, കുടുംബക്കാർ ചിലപ്പോൾ നിർബന്ധിപ്പിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പ്രയാസങ്ങൾ സഹിച്ച് അവന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ ഭൗതികമായ എല്ലാ ഖൈറാത്തുകളും ഭാവിയിൽ നമുക്ക് തുറന്നു തരും. അങ്ങനെയുള്ള മുഖ്ലിസീങ്ങളായ മുതഅല്ലിമീങ്ങളിൽ നമുക്ക് അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.